ഇറാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ആക്രമിച്ച ഇസ്രായേൽ ഫോർഡോ ആണവ കേന്ദ്രത്തിലേക്കുള്ള പാതകൾ തകർത്തു. ഇറാനുകളിലുടനീളമുള്ള 6 വിമാനത്താവളങ്ങൾ IDF ആക്രമിച്ചു. റൺവേകൾ, ഭൂഗർഭ ഹാങ്കറുകൾ, ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ, F-14, F-5, AH-1 വിമാനങ്ങൾ എന്നിവ നശിപ്പിച്ചു. അതിനിടെ തൽക്കാലം യുദ്ധത്തിനില്ലെന്ന് റഷ്യ പ്രതികരിച്ചു. ഐഷത്തുൽ ഷംന നൽകും കൂടുതൽ വിവരങ്ങൾ. ഷംന, 11ാം നാളും അയവില്ല. തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളൊക്കെ വലിയ തരത്തിൽ ആക്രമണം അഴിച്ചുവിടുകയാണ് ഇസ്രായേൽ, അല്ലേ? തീർച്ചയായും ഭവ്യ, ഈ ആക്രമണം രൂക്ഷമാകുന്നു എന്നതാണ് സാഹചര്യം. നമുക്കറിയാം, അമേരിക്ക കൂടി യുദ്ധത്തിൽ പങ്കാളികളായതോടെ സ്ഥിതിഗതികൾ വീണ്ടും രൂക്ഷമാവുകയാണ്, അയവില്ലാതെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു അമേരിക്ക കൂടി ഇടപെട്ട് വലിയ രീതിയിൽ ഇറാനിൽ തിരിച്ചടി നടത്തിയിരുന്നത്. അതിനുശേഷം പിന്നെ ഇറാൻ തിരിച്ചടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതാ ഇസ്രായേൽ ഇറാന്റെ തന്ത്രപ്രധാനമായ പല മേഖലകളിലും ആഞ്ഞടിച്ചിരിക്കുന്നു എന്നതാണ് സാഹചര്യം. അത് ഫോർദോയിൽ മാത്രമല്ല, മറിച്ച് ഇറാന്റെ തലസ്ഥാന നഗരമായ ടെഹ്റാനിൽ ഉൾപ്പെടെ അവിടെ എവിൻ ജയിൽ, നമുക്കറിയാം എവിൻ ജയിൽ നിരവധി സന്ദർഭങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ജയിലായിരുന്നു. അതായത് ഇസ്ലാമിക റിപ്പബ്ലിക്കിനെതിരായ ചാരവൃത്തി അടക്കം ആരോപിച്ച് രംഗത്തെത്തിയതായിരുന്നു. ഒപ്പം തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് എതിരായ നിരവധി പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ ജയിലിലടക്കം ഇന്ന് ആക്രമണം ഉണ്ടായി, ഇസ്രായേൽ തിരിച്ചടിച്ചു എന്നതാണ് സാഹചര്യം. ഒപ്പം തന്നെ ടെലിവിഷൻ ചാനലായ IRIB-യുടെ കേന്ദ്രത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അവിടെ ഈ ചാനൽ സംപ്രേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരു ആക്രമണം നടന്നതാണ്. അതിന് പിന്നാലെ വീണ്ടും ഇന്ന് ചാനൽ ആസ്ഥാനത്ത് ആക്രമണം നടന്നിരിക്കുന്നു. ഇത് മാത്രമല്ല, ഇറാന്റെ നിരവധി വിമാനങ്ങൾക്ക് നേരെയൊക്കെ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. 6 വിമാനത്താവളങ്ങളിലാണ് ഇന്ന് തിരിച്ചടി ഉണ്ടായത്, IDF തിരിച്ചടിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഭൂഗർഭ ഹങ്കറുകളിൽ ഇന്ധനം നിറക്കുന്ന വിമാനങ്ങളിൽ F-14, F-5, AH-1 അങ്ങനെയുള്ള വിമാനങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നിരവധി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എവിൻ ജയിൽ അടക്കമുള്ള നിരവധി ഇറാന്റെ ശക്തി കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഇറാന്റെ തന്ത്രപരമായ പല കേന്ദ്രങ്ങളിലും ഇന്ന് തിരിച്ചടി ഉണ്ടായി എന്നതാണ് സാഹചര്യം. ഒപ്പം തന്നെ ഈ റഷ്യ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റഷ്യ ഈ അമേരിക്കയ്ക്കെതിരെ വരുന്നതും ഒപ്പം തന്നെ ഇറാന് അനുകൂലമായി ചില നിലപാടെടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ ഇന്നും പുടിൻ ഒരു പ്രഖ്യാപനവുമായി വന്നിരിക്കുന്നു. അതിങ്ങനെയാണ്, അതായത് ഇസ്രായേലിലടക്കം റഷ്യയുടെ നിരവധി ആളുകളുണ്ട്, 2 മില്യണിലധികം ആളുകൾ ഇസ്രായേലിലടക്കം റഷ്യക്കാരുണ്ട്. ഇതൊക്കെ പരിഗണിച്ച് തങ്ങൾ ഒരു നിലപാടെടുക്കും. പക്ഷേ കൃത്യമായി ഇപ്പോൾ ആരുടെ ഒപ്പമാണ് അല്ലെങ്കിൽ യുദ്ധത്തിൽ തങ്ങളുടെ നിലപാട് എന്താണെന്ന് റഷ്യ വ്യക്തമാക്കുന്നില്ല. പക്ഷെ അതേസമയം അമേരിക്ക നടത്തിയത് അപലപനീയമായ കാര്യമാണ്. അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ അത് ലോകത്ത് തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇടയാകുന്ന, യുദ്ധത്തിൽ വളരെയധികം നാശങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ആക്രമണമാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അങ്ങനെയുള്ള നിലപാടാണ് ഇപ്പോൾ റഷ്യ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് അമേരിക്കയെ തള്ളിപ്പറയുന്നു, അമേരിക്കയ്ക്കെതിരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളെ അപലപിക്കുന്നു എന്നതാണ് റഷ്യ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. പക്ഷേ അതേസമയം ഇറാനിനൊപ്പമോ അല്ലെങ്കിൽ ഇസ്രായേലിനൊപ്പമോ എന്ന് ഇന്ന് പുടിൻ വ്യക്തമാക്കിയിട്ടില്ല. കാരണം 2 മേഖലയിലും, അതായത് ഇസ്രായേലിലും ഒപ്പം തന്നെ മറ്റ് പല മേഖലകളിലും റഷ്യക്കാരായ നിരവധി ആളുകളുണ്ട്. അതുകൊണ്ട് ഇനി ഒരു കൃത്യമായ നിലപാടെടുക്കുമ്പോൾ അത് വളരെ അധികം ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. അക്കാര്യം റഷ്യക്കും അറിയാം. എന്തായാലും യുദ്ധം അത് വീണ്ടും രൂക്ഷമാകുന്നു. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായ ആക്രമണത്തിന്റെ തുടർച്ചയെന്നോണം ഇന്നും 11ാം നാളിലും ആക്രമണങ്ങൾ തുടരുകയാണ്. ഇന്ന് ഇറാന് കനത്ത നാശനഷ്ടമുണ്ടായി, കനത്ത തിരിച്ചടി ഉണ്ടായെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഇറാൻ ഇത്തരത്തിൽ തന്നെ മുട്ടുകുത്താതെ തിരിച്ചടി നടത്തിയതാണ്. അങ്ങനെ ഇനി ഏത് നിമിഷവും ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു തിരിച്ചടി അതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇറാന്റെ ഒരു നിലപാട് ഇത്രയും ദിവസം അങ്ങനെ തന്നെയായിരുന്നു. അത് ഇനി ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്കയിലാണ് ഇപ്പോൾ ലോകമുള്ളത്. ഒപ്പം തന്നെ യുദ്ധം ഏത് വിധേനയും അവസാനിപ്പിക്കണമെന്ന് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾക്ക് അടക്കം ഇക്കാര്യത്തിൽ വളരെയധികം ആശങ്കയുണ്ട്. US-ന്റെ പ്രധാനമായ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമിച്ചതിനുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഐഷത്തുൽ ഷംനയാണ് വിശദാംശങ്ങൾ നൽകിയത്.